നമസ്കാരം സുഹൃത്തുക്കളെ, സുഖല്ലേ? ഞാനിപ്പോൾ ഒരു ന്യൂസ് കണ്ടു. എന്തുകൊണ്ടാണെന്നറിയില്ല, പാർട്ടി ഓഫീസിൽ കയറി വിളിച്ച കുറച്ച് ക്രിമിനലുകളെ പിടിക്കാൻ പോലീസിൽ വന്നപ്പോൾ പാർട്ടി നേതാക്കളെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, പാർട്ടി ഓഫീസിൽ കയറി പിടിക്കാൻ പറ്റില്ല, പാർട്ടി ഓഫീസിൽ കയറ്റി ഒളിപ്പിക്കാം. ഞങ്ങൾ നോക്കിയിട്ട് എന്താ വേണ്ട ചെയ്യുക. അവർ ചില വികാരപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി ഞങ്ങൾ നോക്കാം. നിങ്ങളാണ് നോക്കേണ്ട ആൾക്കാരല്ലേ വന്ന് നിങ്ങളുടെ അവർ അന്വേഷിക്കാൻ വേണ്ടി. നിങ്ങളാണോ നിയമവ്യവസ്ഥ എടുക്കേണ്ട ആൾക്കാർ ആണോ? പാർട്ടിക്കുള്ളിൽ രണ്ട് ആൾക്കാർ തമ്മിൽ അടി ഉണ്ടാക്കി കാണും അല്ലല്ലോ. BJP-ക്കാരും നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പോൾ BJP-ക്കാരും ഇങ്ങനെ ചെയ്യുന്ന ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തെങ്ങാണ്ട് മാലയിട്ട് സ്വീകരിച്ചെങ്ങാണ്ട് അവരുടെ പാർട്ടി ചേർക്കുന്നത്. നിങ്ങളും ചെയ്യുന്നത് ഇപ്പോൾ എന്താണ്? പണ്ട് അമ്പലങ്ങളിലും പള്ളികളിലും ചർച്ചുകളിലൊക്കെയാണ് ഈ പോലീസുകാർക്ക് കയറാൻ ഇങ്ങനെ പറ്റാത്തത്. അപ്പോൾ കയറാൻ പറ്റില്ല, കാക്കിയിട്ട് കയറാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്താണിത്? ഉളുപ്പുണ്ടോ? ഇതൊക്കെ ജനങ്ങൾ കാണാട്ടോ. കമന്റ് പോയി നോക്കി മനസ്സിലാവും. ജനങ്ങൾ കാണാൻ വീഡിയോ വന്നാലും മോഡി വന്നാലും ഇറങ്ങി നടക്കില്ല. അപ്പൊ അതിന് മുന്നേ അത് വിടുദേശം പറഞ്ഞ ഡയലോഗാണ്. ഞങ്ങൾ കാണിച്ചുതരാം. മൂപ്പരെ ഫോട്ടോ അവന്റെ പേര് ഇന്ദ്രനല്ല, സംഗീജൻ. അങ്ങനെയാണ് എന്തൊക്കെ നിങ്ങൾ ആരൊക്കെ ചേർത്തിടിച്ചിരുന്നത്. നിങ്ങൾക്കൊരു എത്തിക്സ് ഉണ്ടായിരുന്നു, അത് കളഞ്ഞല്ലേ അത് കളഞ്ഞോണ്ടല്ലേ നിങ്ങൾ തോറ്റത് അല്ലേ? അത് കളഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ പോയത് അല്ലേ? എന്നിട്ട് കടന്നു അതുപോലും മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. എല്ലാവരും ഒരു വിധം നേതാക്കളൊക്കെ സംഘികളാണ് ആയിട്ടുണ്ട്. ചുമ്മാ വെറുതെ. ശരിയെന്നാ ഇങ്ങനെ തന്നെ പെരുമാറണം കേട്ടോ. നമുക്കിതൊക്കെ തന്നെയാണ് കാണുന്നത്. ഭയങ്കര മാസാക്കാൻ നോക്കുന്ന ചിരിക്കുന്ന ഇത് കാണുമ്പോൾ വെറുപ്പ് വരുന്ന. അങ്ങനെ ഇല്ലാണ്ടാകണം. നിങ്ങൾ പൊട്ടക്കണത്തിൽ തിളത്താവളെ പോലെ ഇങ്ങനെ കിടന്നിങ്ങനെ പക്രം എന്ന് പറയണം. നിങ്ങൾ മാത്രം വലിയ കുറേ ആൾക്കാർ. എന്താ ചെയ്യുക? കഷ്ടം.